പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. കുഞ്ഞുങ്ങളെ, രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എന്നെ പ്രത്യേകമായി ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയിലെ ചില കീർത്തനങ്ങൾക്ക് വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളോട് സാധർമ്യമുണ്ട് എന്നുള്ളതാണ്. വേദപുസ്തകത്തെ ആശ്രയിച്ചാണോ ആ കീർത്തനങ്ങൾ എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷേ സാധർമ്യമുള്ള, അതിനോട് വളരെയധികം ബന്ധമുണ്ടെന്ന് തോന്നുന്ന ചില കീർത്തനങ്ങളെങ്കിലും ഗീതാഞ്ജലിയിൽ കാണാനാവും. രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എഴുതപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ്. അത് കീർത്തനങ്ങളായിരുന്നു, കാവ്യങ്ങളായിരുന്നു. രബീന്ദ്രനാഥ ടാഗോർ തന്നെ 1913 ഗീതാഞ്ജലി എന്ന ബംഗാളി ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെ തെരഞ്ഞെടുത്ത കീർത്തനങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അത് കീർത്തനങ്ങളായിട്ടല്ല, അത് ഗദ്യങ്ങളായിട്ടാണ് അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1913 ഈ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇത് ഞാൻ രബീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെക്കുറിച്ച് പറയുമ്പോൾ ഇതും കൂടെ പരാമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട്. ഗീതാഞ്ജലിയിലെ 31 കാവ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ഒരു പ്രധാനപ്പെട്ട പ്രമാണം അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുകയായിരുന്നു. എന്താണ് ആ പ്രമാണം? അത് ഒരു 31 കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ്. ഒരാൾ ജയിലിൽ കിടക്കുന്ന ഒരാളെ കാണാനായിട്ട് പോകുന്നു. ജയിൽ സന്ദർശനത്തിൻ്റെ ഇടയിൽ വന്ന ഒരു കാര്യമാണ്. ജയിലിൻ്റെ അറയ്ക്കുള്ളിൽ കിടക്കുന്ന തടവുകാരനോട് സന്ദർശകൻ ചോദിക്കുകയാണ്, തടവുകാരാ, എന്നോട് പറയൂ, നിന്നെ ബന്ധിതനാക്കിയതാരാ? ഈ അറയ്ക്കുള്ളിൽ നിന്നെ അടച്ചുപൂട്ടിയതാരാ? തടവുകാരൻ്റെ ജയിലിൽ കഴിയുന്ന ആളിൻ്റെ ഉത്തരം, അതെൻ്റെ യജമാനനാണ്. ഞാൻ ധനം, അധികാരം എന്നിവയ്ക്കു വേണ്ടി ഞാൻ എൻ്റെ യജമാനൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് പണം അപഹരിച്ചു കൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ അപഹരിക്കുമ്പോൾ കുറേ കൂടെ എന്ന ആർത്തി. അങ്ങനെ ഞാൻ യജമാനൻ്റെ പണമെല്ലാം എൻ്റേതാക്കി. അങ്ങനെ ഞാൻ എൻ്റെ ഭണ്ഡാരപ്പുരയിൽ ഞാൻ സൂക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. എൻ്റെ യജമാനൻ്റെ കിടക്കയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങി. പുലർച്ചെ ഞാൻ ഉണർന്നപ്പോൾ കണ്ടതെന്തെന്നോ, ഞാൻ എൻ്റെ ഭണ്ഡാരപ്പുരയിൽ എൻ്റെ സമ്പാദ്യങ്ങളുടെ നടുവിൽ ഞാൻ ബന്ധിതനായിരിക്കുന്നു എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ സംഗതമായൊരു ചോദ്യമുണ്ട്. നമ്മളുടെ സമ്പാദ്യം, നമ്മളുടെ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കുന്നുണ്ടോ അതോ ബന്ധിതരാക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മൾ ഉറക്കെ ചോദിക്കണം.
നമ്മൾ സ്വതന്ത്രരോ ബന്ധിതരോ? ഈ ഇന്നത്തെ നമ്മളുടെ ഈ പാഠത്തിന് നമുക്ക് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കഴിയണം. നമ്മൾ സ്വതന്ത്രരോ ബന്ധിതരോ? നമ്മൾ ധാരാളം വായിച്ചറിയുന്നു, അതൊരു സമ്പാദ്യമാണ്. നമ്മൾ സ്നേഹിതരോട് ഒത്തുകൂടുന്നു, അത് സ്നേഹിതർ എന്നൊരു സമ്പാദ്യമാണ്. നമ്മൾ അധികാരത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുന്നു, അതും നമുക്ക് ഒരു നേട്ടമാണ്, ഒരു സമ്പാദ്യമാണ്, ഒരു ധനമാണ് തീർച്ചയായും. പക്ഷെ ആത്യന്തികമായി നമ്മൾ വായിക്കുന്നതെല്ലാം നമുക്ക് സന്തോഷമാണോ ആത്യന്തികമായി തരുന്നത്, അതോ ദുഃഖമാണോ? നമ്മളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാക്കുകയാണോ, അതോ വികാരങ്ങൾക്ക് അടിമകളാക്കി തീർക്കുകയാണോ? ദുശീലങ്ങൾക്ക് അടിമകളായി പോകുകയാണോ നമ്മൾ ഈ കൂട്ടിവയ്ക്കുന്നതെല്ലാം? അറിവായിരുന്നാലും അധികാരമായിരുന്നാലും നമ്മളുടെ ധനമായിരുന്നാലും. ഈ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഉയർത്തി ചോദിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു ധനവാന്റെ ഉപമ. ആ ധനവാന്റെ ഉപമയ്ക്ക് ഒരു ഇംഗ്ലീഷ് വിവർത്തനത്തിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എ റിച്ച് ഫൂൾ എന്നാണ്, ഭോഷനായ ധനവാൻ എന്നാണ്. ഇത് ഈ കീർത്തനത്തോടെ ചിന്തിച്ചു പോകും. കുഞ്ഞുങ്ങളെ, നമ്മൾ ചോദിക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ നല്ല അറിവ്, നല്ല ശീലങ്ങൾ, നല്ല സ്നേഹിതർ, അത് നമ്മളെ സ്വതന്ത്രരാക്കും. നല്ലതല്ലാത്ത അറിവ്, നല്ലതല്ലാത്ത കാഴ്ച, നല്ലതല്ലാത്ത സ്നേഹിതർ, ഇത് നമ്മളെ ബന്ധിതരാക്കും, പാരതന്ത്ര്യത്തിലാക്കും, സ്ലേവ്സാക്കും, അടിമകളാക്കി തീർക്കും. ഇത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗീതാഞ്ജലിയിലെ 31-ാം കീർത്തനം ഒരു പാരഗ്രാഫ് കൂടെ, ഒരു ഖണ്ഡിക കൂടെ ഉണ്ട്. വീണ്ടും സന്ദർശകൻ തടവുകാരനോട് ചോദിക്കുകയാ, തടവുകാരാ, നിന്റെ ഈ കൈയും കാലുമൊക്കെ ചങ്ങലകൾ കൊണ്ട് ബന്ധിതമായിരിക്കുന്നല്ലോ. ഈ ചങ്ങല കൊണ്ട് നിന്നെ ആരാണിങ്ങനെ ബന്ധനത്തിലാക്കിയത്? ഉടനെ അദ്ദേഹം ഉത്തരം പറയുന്നു, ഞാൻ തന്നെയാണ്. അത് വിശദീകരിക്കുകയാണ്. എങ്ങനെ? ഞാൻ കൊടും ചൂടിൽ, തീക്കുണ്ടത്തിൽ, വളരെ ശക്തിയേറിയ ചുറ്റുക കൊണ്ടടിച്ച്, വിയർപ്പൊലിപ്പിച്ച്, തീയുടെ ആ ചൂട് ഏറ്റ് രാവും പകലും പണിത് ഞാൻ ചങ്ങലയുടെ ഓരോ കണ്ണികളും വിളക്കിയെടുത്ത് ഈ ചങ്ങലയെല്ലാം തീർന്നു വന്നപ്പോൾ കണ്ടതെന്തെന്നോ, ആ ചങ്ങലയ്ക്കുള്ളിൽ ഞാൻ തന്നെ ബന്ധിതനായിരിക്കുന്നു. ആരാണ് ഈ ചങ്ങല നിനക്കുണ്ടാക്കി തന്നത്? ഞാൻ തന്നെയാണ്. തീർച്ചയായും ഇങ്ങനെ നമ്മളെ ബന്ധിതമാക്കുന്ന, നമ്മളെ ചങ്ങല കൊണ്ട് പൂട്ടിക്കെട്ടുന്ന ധാരാളം പ്രവണതകൾ നമ്മൾ തന്നെ വളർത്തിയെടുത്തിട്ട്, ആദ്യമൊക്കെ അത് സന്തോഷം, അത് നന്ന് എന്ന് തോന്നും. പക്ഷെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൂച്ചുവിലകിൽ നമ്മൾ ബന്ധിതരായിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനാവുക. കുഞ്ഞുങ്ങളെ, നമ്മളുടെ ചില മോഹങ്ങൾ, നമ്മളുടെ ചില ദുർവികാരങ്ങൾ, നമ്മളുടെ ചില ദുശീലങ്ങൾ, ഇതൊക്കെ നമ്മളെ തന്നെ അടിമകളാക്കി തീർക്കുന്നതിന് നമ്മൾ പണിതുണ്ടാക്കുന്ന ചങ്ങലക്കണ്ണികളാണ്, ചങ്ങലക്കെട്ടുകളാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചങ്ങലക്കെട്ട്. ആ ചങ്ങലക്കെട്ടിൽ നമ്മൾ തന്നെ ബന്ധിതരാകും. സൂക്ഷ്മത വേണം. സ്വാതന്ത്ര്യത്തിലേക്കോ പാരതന്ത്ര്യത്തിലേക്കോ, ഓരോ നമ്മൾ ചെയ്യുന്ന, നമ്മൾ വായിക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ നേടുന്ന എന്തു തന്നെയായിരുന്നാലും, അറിവോ ധനമോ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകാരോ ആരായിരുന്നാലും, യഥാർത്ഥത്തിൽ അവ നമ്മളെ സ്വതന്ത്രരാക്കുമോ ബന്ധിതരാക്കുമോ? അറയ്ക്കുള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടവരായി
ഇരുന്ന അനുഭവം, ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ ബന്ധിതരായിരിക്കുന്ന അനുഭവം, ധാരാളം കുഞ്ഞുങ്ങളെ, കുട്ടികളെ, വ്യക്തികളെ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഒരു ധനവാൻ ധനമെല്ലാം കൂട്ടിവെച്ചു, കിടന്നുറങ്ങി. കണ്ടതെന്താണ്? രാത്രിയിൽ യജമാനൻ ചോദിക്കുക, ഇപ്പം നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നിൻ്റെ കാര്യം എങ്ങനെയാവും കുഞ്ഞേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നല്ലതറിയാനും നല്ലത് നേടാനും നന്മയെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ആയതിന് അനുഗ്രഹിക്കുമാറാകും.